ഹായ്, ഇന്ന് ഏതായാലും കുറച്ച് സന്തോഷമുള്ളൊരു ദിവസമാണ്. വേറൊന്നുമില്ല, നമ്മുടെ ടർക്കിഷ് ബ്രൗണും പൂനെറൻ്റെയൊക്കെ ഒരുമിച്ച് കാഴ്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ടർക്കിഷ് ബ്രൗൺ. ഇത് പഴുത്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടൊക്കെ നോക്കിയാൽ കാണാം, ഫുള്ള് വിണ്ട് കയറി തുടങ്ങി, നല്ല കളർ വന്നു. ഇതാണ് ആ ഒരു കളർ, ടർക്കിഷ് ബ്രൗണിൻ്റെ കളർ ഈ കാണുന്നതാണ്. ഇനി ബാക്കിയൊക്കെ മുകളിലോട്ടുണ്ട്, അത് പഴുത്ത് വരും. ഇപ്പം ഇതേതായാലും പഴുത്തു. അതുപോലെ നമ്മുടെ പൂനെറെഡ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്താണ് പൂനെറെഡ് പറിക്കുന്നതും അതിൻ്റെ മധുരം ഏകദേശം തൂക്കമൊക്കെ കാണിക്കുന്നത്. ഇത് പഴുത്തു, നിൽക്കാൻ കാണാം, നല്ലോണം നീങ്ങുന്നുണ്ട്. ഇത് ആയി വരുന്നേ ഉള്ളൂ, ഇതായിട്ടില്ല. ഇത് നാളെ കൊണ്ട് അല്ലെങ്കിൽ മറ്റന്നാൾ കൊണ്ടാവും. ഇപ്പോൾ ഇത് ഏതായാലും പറിക്കാൻ പോവാണ്, നോക്കട്ടെ. നല്ലപോലെ പഴുത്തിട്ടുണ്ട്, കാരണം തൊടുമ്പോൾ മനസ്സിലാവും നല്ലപോലെ നീങ്ങുന്നുണ്ട്. ഞാൻ അന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ പോയി കാര്യം പറഞ്ഞു, നല്ല പഴുതിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സാപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ അതൊരു പശ ഒലിച്ച് വരും, അതൊട്ടും ഉണ്ടാവില്ല. കണ്ടോ, ആ പശയേ ഇല്ല എൻ്റെ അകത്ത്, ഫുള്ള് ക്ലീനാണ്, ഒറ്റ പശയില്ല. അതിൻ്റെ അർത്ഥം നല്ലപോലെ ഇത് പഴുത്തു. ഇനി നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് ചെറുതാവും. സൈസ് ചെറുതാകുന്നതിൻ്റെ അത് വാട്ടർ കണ്ടൻറ്റ് കുറയുന്നതാണ്. വാട്ടർ കണ്ടൻറ്റ് കുറയുമ്പോൾ മധുരം കൂടും. ഇതിപ്പോൾ ഇന്നലെ ഇതൊന്നും അല്ല, നല്ല സൈസ് ഉണ്ടായിരുന്നതാണ്, പക്ഷേ പഴുപ്പ് ഇപ്പോഴാണ് കറക്റ്റായത്. അപ്പം അതിൻ്റെ സൈസ് കറക്റ്റൊന്ന് കുറയും. നമുക്ക് അതിൻ്റെ തൂക്കമൊക്കെ നോക്കണം. ഇനി നമ്മുടെ ടർക്കിഷ് ബ്രൗൺ എന്ന് പറിക്കാം. ഇത് പഴുത്തിട്ടെന്ന് വെച്ചാൽ പഴുത്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒരു ദിവസം നിൽക്കാതെ ഉണ്ട്, പറിച്ചേക്കാം. കാരണം ഫ്രണ്ട് നമ്മൾ കണ്ണുഭാഗം ഏതായാലും പൊട്ടിത്തുടങ്ങി. ഇനി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ പൊട്ടും. അപ്പം ഇതിൽ പക്ഷേ സാപ്പ് വരാൻ സാധ്യതയുണ്ട്, നോക്കണം. ഏതായാലും പൊടിച്ചെടുക്കുകയാണ്. കണ്ടോ, ചെറുതായിട്ട്. ഇത് കുഴപ്പമുള്ള കേസൊന്നുമല്ല, പക്ഷേ പഴുത്തിട്ടില്ലെങ്കിൽ ഇതിൽ കൂടുതൽ വരും. ഇതിപ്പോൾ ഒരു ദിവസം പഴുപ്പ് കുറവുണ്ട്, അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ആകുമ്പോൾ കറക്റ്റ് ആകുമായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. ഇതാ അങ്ങനെ നമ്മുടെ ടർക്കിഷ് ബ്രൗണും ഡയാന രണ്ടത്തിയും പഴുത്തിയിട്ടുണ്ട്. സൈസ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം രണ്ടും സെയിം സൈസാണ്, വലിയ വ്യത്യാസമില്ല. ഏതായാലും തൂക്കം നോക്കാം നമുക്ക്. പിന്നെ ഇതിപ്പോൾ ഞാൻ പറിക്കുന്നില്ല, നമ്മുടെ പൂനെറെഡ് പറിക്കുന്നില്ല, അത് 2 ദിവസം കഴിഞ്ഞ് ഞാൻ പറിക്കുന്നുള്ളൂ. ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ഈ ഫോട്ടോ എക്സാക്ട്ലി ഇതുപോലെ തന്നെയാണ് ആ ഫ്രൂട്ട് ഇരിക്കുന്നത്. ആ കണ്ണിൻ്റെ അവിടെ മാത്രം ഒരു ചുമല കളർ, ബാക്കിയെല്ലാം ഒരു റെഡിഷ് യെല്ലോ കളർ. അതാണ് അതിൻ്റെ ഒരു സൈസ്. ഇങ്ങനത്തെ അത്തിയുടെ ഗുണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ടു ഈറ്റാണ്, നമുക്ക് പറിക്കാം, അങ്ങ് കഴിക്കാം. അതാണ് ഇങ്ങനത്തെ അത്തിയുടെയൊക്കെ ഗുണം. നമ്മൾ മറ്റേ കാട്ടത്തി എന്ന് പറയുന്ന സാധനം ഇതല്ല കേട്ടോ. എല്ലാവരും ഇപ്പോഴും കാട്ടത്തിയാണ് നമ്മൾ കടകളിലൊക്കെ വരുന്ന അത്തി എന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, ഇതാണ് നമ്മൾ കടകൾ കിട്ടുന്ന ഡ്രൈ ആക്കി വരുന്ന അത്തി. അതുപോലെ തന്നെ ഫ്രഷ് ടു ഈറ്റ് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന അത്തി ടൈപ്പാണ്. നമ്മൾ കുറച്ച് റിസ്ക്കിയാണ് നമ്മുടെ കാലാവസ്ഥയിൽ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത്. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഫംഗസും തണ്ടുതിരിപ്പിൻ്റെ ആക്രമണം ഒക്കെ നല്ലപോലെ ഉണ്ട്. ഈ പറയുന്ന അത്തികളൊക്കെ ഒന്ന് വളർത്തി കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ കാലാവസ്ഥയാണ് പ്രശ്നം. മഴ അത്തിക്ക് അത്ര സുഖമുള്ള പരിപാടിയല്ല. അത്യാവശ്യം ഡ്രൈ ആൻഡ് കോൾഡ് വെതറാണ് അത്തികൾക്ക് ഏറ്റവും ഇഷ്ടം. മൈനസ് വരെ അത്തി സർവൈവ് ചെയ്യുന്ന സാധനമാണ് അത്തി. നമ്മുടെ കാലാവസ്ഥ മഴ ആയതുകൊണ്ട് ആ സമയത്ത് കുറച്ച് ഫംഗസ് ഇഷ്യൂവും തണ്ടുതിരിപ്പിൻ്റെ ഒക്കെ ഇഷ്യൂ ഉണ്ട്. അത് വെച്ചൊക്കെ നോക്കുമ്പോൾ പക്ഷേ നമ്മളിങ്ങനെ ഫ്രൂട്ടായി കഴിഞ്ഞാൽ അടിപൊളിയാണ്, നല്ല കഴിക്കാൻ രസമാണ്. ഇതിൻ്റെ മുകളിലൊക്കെ ഒരു വിണ്ട് കയറി തുടങ്ങി, അതുകൊണ്ട് ഞാൻ പറിച്ച് വെച്ചത്. ഇനിയിപ്പം വൈകുന്നേരം വെക്കുമ്പോൾ കറക്റ്റാണ്, പക്ഷേ സൈസ് ഇനിയും കുറയും. അതെനിക്ക് കഴിഞ്ഞ വർഷം എക്സ്പീരിയൻസ് ആയതാണ്. വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തോറും ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കുറയും, സൈസ് കുറയും, ചുരുങ്ങും, പക്ഷേ മധുരം കൂടും. അതെനിക്ക് മനസ്സിലായ കാര്യമാണ്. പക്ഷേ കുറച്ച് സൈസ് ഉള്ളതും കുറച്ച് ജ്യൂസിയാണ് നല്ലത് എപ്പോഴും. ഞാൻ ഇതിൻ്റെ വെയിറ്റ് നോക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ഡയാനാച്ചിയുടെ വിളവെടുത്തപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് തൂക്കമൊക്കെ നോക്കിയാണ്. ഇതിനിപ്പോൾ എത്രയാണെന്ന് നോക്കാം. ഏകദേശം കൂടുതലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, ശരിയാണെങ്കിൽ. കാരണം 52, കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നോക്കിയാൽ കാണാം, അതിൽ 41 നമ്മുടെ വെയിറ്റ്. ഇതപ്പോൾ 52. പക്ഷേ ഇത് ഇന്നലെ പറിച്ചിരുന്നെങ്കിൽ ഒരു 60-65 കണ്ടിരുന്നു. കാരണം നല്ല സൈസ് ഉണ്ടായിരുന്നു ഇന്നലെ. ഇത് പഴുക്കും, ഞാൻ പറഞ്ഞല്ലോ, കുറച്ചടുന്ന് വെള്ളം പോകും, മധുരം കൂടും, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് 51 ഉണ്ട്, 10 ഗ്രാം കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കൂടുതലുണ്ട്. നമ്മുടെ ടർക്കിഷ് ബ്രൗൺ നോക്കാം എത്രയാണ്. 58. കണ്ടോ, ഇതൊന്നുമല്ല, ഇന്നലെ ഇതിലും വലുതായിരുന്നു ഈ കാണുന്ന ഡയാന. ഇത് നമ്മുടെ ടർക്കിഷ് ബ്രൗണാണ്. അപ്പോൾ ഡയാനയുടെ ഉൾവശം നിങ്ങൾ അന്ന് കണ്ടതാണ്. ആ വീഡിയോ വേണമെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാം, യൂട്യൂബ് ചാനൽ നമ്മൾ കിടപ്പുണ്ട്. ഇത് നമ്മുടെ ടർക്കിഷ് ബ്രൗൺ ആണ്. ഇതിൻ്റെ ഉൾവശം ഞാൻ കാണിച്ചു തരാം. നല്ല രസമാണ് പൊട്ടിച്ചെടുക്കുമ്പോൾ. കണ്ടോ, തൊലിയൊക്കെ ഫുള്ള് പറഞ്ഞ് വന്നു, കണ്ടല്ലോ. നല്ലൊരു റെഡിഷ് കളർ, അല്ലെ പിങ്കിഷ് കളറാണ് ഇതിൻ്റെ അകത്ത്. കണ്ടോ, ഇതിപ്പോൾ കഴിക്കാൻ പറ്റത്തില്ല, നോമ്പായിപ്പോയി. അത് ഞാൻ കഴിച്ച് കാണിക്കായിരുന്നു. ഇപ്പോൾ ഏതായാലും ഇത് ഞാൻ ഫ്രിഡ്ജ് വെക്കുകയാണ്, മോൾക്ക് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടർക്കിഷ് ബ്രൗണിൻ്റെ ഉൾവശം. കാണുമ്പോൾ മനസ്സിലാവും നല്ല ജ്യൂസിയാണ്. ജ്യൂസി അല്ല, നല്ല ഒരു എന്താണ് സ്വീറ്റ് കണ്ടൻറ്റിനകത്തുണ്ട്. ഓൾറെഡി എല്ലാ അത്തിയും നല്ല സ്വീറ്റാണ്. ഈ പൂനെറെഡ് ഞാൻ പറയാം, കാരണം പൂനെറെഡ് എനിക്ക് ചെറിയ സംശയമുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിച്ചപ്പോൾ അതിന് കുറച്ച് പുളിമധുരം ഉണ്ടായിരുന്നു. അപ്പം ഈ പ്രാവശ്യം കഴിച്ചെങ്കിലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ
ടർക്കിഷ് ബ്രൗണിൻ്റെ ഉൾവശം. കളർ കണ്ടല്ലോ, ബ്രൗൺ, പേര് പോലെ തന്നെ ടർക്കിഷ് ബ്രൗൺ. പിന്നെ ചിലവർക്കൊരു സംശയമുണ്ട്, ഈ അത്തിക്കകത്ത് ഈച്ചയോ പുഴുവോ എന്തോ ഉണ്ടെന്ന്. അത് നമ്മുടെ നാടനത്തിയിലുണ്ട്. നാടനത്തി പോളിനേഷൻ നടക്കുന്നത് അങ്ങനെയാണ്. ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ്, ഇതിന് പോളിനേഷൻ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എന്താ, ഇതിൻ്റെ അകത്ത് മറ്റ് കീടങ്ങളോ പുഴുക്കളോ ഈച്ചയോ ഒന്നുമില്ല. നമുക്ക് ഫ്രഷ് ട്വീറ്റാണ്, നമ്മൾ നേരെ എടുത്ത് കഴിക്കാം. പക്ഷേ പോളിനേഷൻ നടക്കുന്ന ടൈപ്പ് കഴിക്കുന്ന അത്തികളും ഉണ്ട്. പക്ഷെ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒന്നിൽ തന്നെ പോളിനേഷൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഈച്ച കയറണം എന്നൊന്നുമില്ല. നമുക്ക് ഫ്രഷ് ആയിട്ട് ഇത് പഴുത്ത് കഴിഞ്ഞാൽ നേരെ കഴിക്കാം. ഒരു 2 മാസം താഴെ മാത്രമേ നമുക്ക്, 2 മാസം 2.5 മാസത്തിനുള്ളിൽ നമുക്ക് പഴുത്ത് കിട്ടും. അങ്ങനെ ഒരു ഗുണമുണ്ട് അത്തിക്ക്.